ബി.ജെ.പിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കമ്മീഷനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണ ഏജൻസിയായി ഇ.ഡിയും മാറിയതോടെ ഈ രാജ്യം പടുകുഴിയിലേക്ക് വീണു എന്ന് തന്നെ പറയട്ടെ. തങ്ങൾക്ക് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ വെച്ച് പണിതരുന്ന ഒരുതരം ഉപദ്രവ രാഷ്ട്രീയമാണ് ബി.ജെ.പി പുലർത്തിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ എൻ.ഡി.എയിലെ ഘടകകക്ഷികൾ ഒരുക്കമല്ല താനും. നമ്മൾക്കറിയാം, മൂന്നാം മോദി സർക്കാർ വെറും തൂക്ക് മന്ത്രിസഭയാണ്. ടി.ഡി.പിയിലെ ചന്ദ്രബാബു നായിഡുവോ ജെ.ഡി.യുവിലെ നിതീഷ് കുമാറോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരട് വലിച്ചാൽ വീഴാവുന്നതേയുള്ളൂ ഈ ഭരണം. അന്നിവർ ഭരണത്തിലേറിയപ്പോൾ പറഞ്ഞതാണ് അധികകാലമൊന്നും ഈ സർക്കാർ നിലനിൽക്കില്ല എന്ന്. ആ പറഞ്ഞത് പ്രാവർത്തികമാകും വിധം പല ഇടപെടലും പാർട്ടി ഘടകകക്ഷി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ജാതി സെൻസസിനോട് മുഖം തിരിച്ചു നിന്ന ബി.ജെ.പിയെ കൊണ്ട് അത് നടപ്പിലാക്കുമെന്ന് കട്ടായം പറഞ്ഞത് നിതീഷ് കുമാർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചക്രവ്യൂഹത്തിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ടി.ഡി.പി ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തോന്നിവാസം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു വെക്കുമ്പോൾ വെട്ടിലാകുന്നത് ബി.ജെ.പി തന്നെയാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എൻ.ഡി.എയിലെ തെലുങ്കുദേശം പാർട്ടി രംഗത്തേക്ക് വന്നു കഴിഞ്ഞു. ഇതുവരെ ഈ പരിഷ്കരണത്തെക്കുറിച്ച് ബി.ജെ.പി നേതാക്കൾ കമ എന്നൊരക്ഷരം മിണ്ടാതിരിക്കുന്ന വേളയിലാണ് ചന്ദ്രബാബു നായിഡുവിന്റെ എൻട്രി എന്നോർക്കണം. SIRന്റെ ലക്ഷ്യം ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ അല്ല എന്നും വോട്ടർ പട്ടിക ശുദ്ധീകരണം മാത്രമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്ന് ടി.ഡി.പി ആവശ്യപ്പെടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി SIR നടപ്പിലാക്കുന്നതിനോട് ബീഹാർ ബി.ജെ.പിയിലും എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷം ശക്തമായി വിമർശിക്കുന്നതിനിടയിലാണ് എൻ.ഡി.എ സഖ്യകക്ഷികളും ആശങ്ക പങ്കുവച്ചത്. ബീഹാറിലേതുപോലെ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കവേ SIR നടപ്പിലാക്കരുതെന്നും തയ്യാറെടുപ്പിന് സമയം വേണമെന്നും ലോക്സഭയിലെ ടി.ഡി.പി കക്ഷി നേതാവ് ലാവു ശ്രീകൃഷ്ണ ദേവരാലുവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കണ്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അവസാനം നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരെ വ്യക്തമായ കാരണമോ വിശദമായ അന്വേഷണമോ ഇല്ലാതെ നീക്കരുത്. രേഖകൾ നൽകാൻ സമയം ലഭ്യമാക്കണം. പട്ടികയിലെ പിഴവുകൾ കണ്ടെത്താൻ CIGയുടെ മേൽനോട്ടത്തിൽ എല്ലാ വർഷവും മൂന്നാം കക്ഷി ഓഡിറ്റ് നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ടി.ഡി.പി മുന്നോട്ട് വെച്ചു. സംസ്ഥാനത്തുടനീളം വോട്ടർമാരെ കാണുവാനും ആശങ്കകൾ നീക്കുവാനും എൻറോൾമെന്റ് പ്രക്രിയയിൽ പാർട്ടി അനുയായികളെ സഹായിക്കുവാനും ബി.ജെ.പി ബീഹാർ ഭാരവാഹികളോട് സംഘടനാ സെക്രട്ടറി ഭിഖുഭായ് ദൽസാനിയ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബൂത്ത് ലെവൽ ഏജന്റുമാരെ കൂടുതൽ നിയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിയതും ബി.ജെ.പിക്ക് തലവേദനയുണ്ടാക്കി. കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ഉന്നതതല യോഗങ്ങളുമായി ബി.ജെ.പി ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷും കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിൽ ഉണ്ടായിരുന്നു. ബീഹാർ SIRനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി 28-ന് വാദം കേൾക്കും. കൂടാതെ ബീഹാർ വോട്ടർ പട്ടിക പുതുക്കലിന്റെ 35 വർഷത്തോളം വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യും. പരേതരായ 12.5 ലക്ഷം പേർ വോട്ടർ പട്ടികയിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബീഹാറിന് പുറത്ത് സ്ഥിരതാമസക്കാരാക്കിയ 17.5 ലക്ഷം പേരും ഒഴിവാക്കപ്പെടും. രണ്ടിടത്ത് പേരുള്ള 5.5 ലക്ഷം പേർ ഇരട്ട വോട്ട് ഇല്ലാതാകും. കൂടാതെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന നേപ്പാൾ, മ്യാൻമർ, ബംഗ്ലാദേശ് പൗരന്മാരുടെ പേരുകളും നീക്കം ചെയ്യും. വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനിപ്പിക്കാൻ 9 ദിവസം ശേഷിക്കവേ 86.32% പേർ എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിച്ചതായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 7,89,69,844 വോട്ടർമാരിൽ 6,81,67,861 പേരുടെയും ഫോമുകൾ ലഭിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച പോരാട്ടമാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു ഏറ്റെടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ചന്ദ്രബാബു നായിഡുവിന്റെ പിണക്കുക എന്നത് ബി.ജെ.പിക്കും മോദിക്കും അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അമിത്ഷായുടെ വക ഒരു കോള് പോകാനുള്ള സാധ്യതയും ഉടൻ തന്നെ പരിഷ്കരണം സംബന്ധിച്ച് ചില പത്രവാർത്തയും വരാൻ ഇടയുണ്ട്.